വെൺമണി സെഹിയോൻ മർത്തോമ ചർച്ചിലെ സീനിയർ സിറ്റിസൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടൂർ പ്രോഗ്രാമാണ് കുലശേഖരം മാർത്താണ്ഡം കന്യാകുമാരി ഇവിടങ്ങളിലേക്കുള്ള യാത്ര. വെളുപ്പിനെ 4:30 യാത്ര ആരംഭിച്ചു. കുലശേഖരത്തെ ഒരു 9 മണിയായപ്പോൾ എത്തി. അവിടെയുള്ള ഒരു മാർത്തോമ ചർച്ചിലാണ് നമുക്ക് പ്രഭാത ഭക്ഷണം കരുതിയിരുന്നത്. അവിടെ ചെന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. പൂരി ബാജി ഇടിയപ്പം ഒക്കെ കഴിച്ചു. എല്ലാവരും അവിടെ നിന്ന് സന്തോഷകരമായിട്ട് യാത്ര തുടരാനായിട്ട് പോവുകയാണ്. ഇതാണ് ആ പള്ളിയുടെ മുറ്റമാണിത്. നമ്മുടെ ഈ കാണുന്ന വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ ചെയ്ത വാഹനത്തിലാണ് ഈ കാണുന്ന വാഹനത്തിലാണ് നമ്മൾ യാത്ര തുടരുന്നത്. വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഏകദേശം 50 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും സന്തോഷകരമായിട്ട് തന്നെ യാത്ര ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവിടെ ചെന്ന് ചേർന്നു. ആഹാരം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വെളിയിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെയാണ് ഇന്ന് നിൽക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി യാത്ര തുടരാനായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. അവിടെ നല്ലൊരു ആംബിയൻസാണ് ഒന്നാമതായിട്ട്. പിന്നെ വെയിലൊന്നും ഇല്ലായിരുന്നു. നല്ല വെള്ളച്ചാട്ടമാണ്. എല്ലാവർക്കും നയാഗ്ര ഫോൾസ് പോയി കാണാൻ പറ്റുകയില്ലല്ലോ. അപ്പം നമുക്കുള്ള വെള്ളച്ചാട്ടം കണ്ട് തൃപ്തിയാകാം എന്നുള്ള വിശ്വാസത്തിൽ വയ്യാതെയും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും വളരെ സന്തോഷത്തോടുകൂടി ചുറുചുറുക്കോടുകൂടി വെള്ളച്ചാട്ടം എല്ലാം കണ്ടു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും നല്ല ഫ്രഷ് ആയിരിക്കുന്നു. വെയിലില്ലാത്തത് കൊണ്ട് ഒരു ശാന്ത അന്തരീക്ഷമായിരുന്നു. ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അവിടെ നിന്നെല്ലാം ഫോട്ടോസൊക്കെ എടുത്തു. കാഴ്ചകളെല്ലാം കണ്ടു. പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടു. പിന്നെ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും വർത്തമാനം പറഞ്ഞൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുകയാണ്. ആർക്കും ഒരു ക്ഷീണമാട്ടെ ഒന്നും തോന്നിയില്ല. ഇത്രയും യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു പള്ളി കാണാൻ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ആൾക്കാരെല്ലാം എടുത്തു. എല്ലാവരുടെയും നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിലല്ലായിരുന്നു. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെങ്കിൽ എല്ലാവരും ആവശ്യപ്പെട്ടു. പോയ യാത്രയെല്ലാം അവർക്കൊന്ന് കാണണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത്. എല്ലാവരെയും ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സീനിയേഴ്സിന് എല്ലാവരെയും അവർക്ക് ബാക്കിയുള്ളവർക്കും എല്ലാം കാണണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചതിനാലാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ പള്ളിയുടെ മുറ്റത്ത് എത്തിച്ചേർന്ന് പള്ളിയുടെ മുറ്റത്ത് കുറേ നേരം ശാന്തമായിട്ടിരുന്നു. അതുപോലെ തന്നെ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണുന്നതിന്. ഒരു ഹൈന്ദവനായ ഒരാൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് പ്രാർത്ഥിച്ചും ആ വിശ്വാസത്തിൽ ജീവിച്ചു പോരുന്നു. പക്ഷെങ്കിൽ അന്നത്തെ നാടുവാഴികളും പ്രഭുക്കന്മാർക്കും അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ യേശുവിനെ വിശ്വസിക്കുകയോ ഒക്കെ ചെയ്തതിൽ അദ്ദേഹത്തെ അടിക്കുകയും അദ്ദേഹത്തെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പോകുമ്പോൾ അദ്ദേഹത്തിന് തുള്ളി വെള്ളം പോലും കുടിക്കാൻ കൊടുത്തിരുന്നില്ല. പലതരത്തിൽ ഉപദ്രവിച്ചിരുന്നു. അതിൻ്റെ എല്ലാം പ്രതീകാത്മകമായിട്ടുള്ള രൂപങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ പള്ളിക്കകത്ത് നിൽക്കുന്ന ഫോട്ടോസാണിത്. ഇത്രയും പേരാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. എല്ലാവരും 60 വയസ്സിന് മേളിൽ പ്രായമുള്ളവരായിരുന്നു. എന്നാലും വളരെ സന്തോഷത്തോടുകൂടി എനർജറ്റിക്കായിട്ട് ഈ യാത്രയിലെല്ലാം പങ്കെടുത്തു. ഈ പള്ളിയുടെ മുറ്റത്തായിട്ട് പലതരത്തിലുള്ള ഇങ്ങനെയുള്ളതായിട്ടുള്ള ആ സാധു മനുഷ്യൻ്റെ ജീവിത രീതിയെല്ലാം ചിത്രീകരിക്കുന്നതായിട്ടുള്ള പല ഇത് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കൊത്തിവെച്ചതല്ല, പടം പ്രതിമയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം ജനങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഉണ്ടാക്കി വെച്ചിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തിന് ദാഹിച്ചിട്ട് ഇവർ വെള്ളമൊന്നും കൊടുത്തില്ല പ്രഭുക്കന്മാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ മുട്ടുകൊണ്ട് ഒരു പാറയിൽ ഇടിച്ചപ്പോൾ വെള്ളം വന്നു. ആ വെള്ളമാണ് അദ്ദേഹം കുടിച്ചത്. ഇപ്പോഴും അതിൽ നിന്ന് ഉറവ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നെയ്യാർ ഡാമിൻ്റെ ഒരു
ഒരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയതായിട്ടുള്ള ഉയരം കൂടിയതായിട്ടുള്ള ഒരു അക്വിഡേറ്റർ കാണാനായിട്ടാണ് പോയത്. ആൾക്കാർ ആ പാലത്തിൻ്റെ ഒരു സൈഡ് മുതൽ അങ്ങേ അറ്റം വരെ നടന്ന് അവിടെ എല്ലാം കണ്ടു. ആ പാലം എല്ലാം നടന്ന് കണ്ടു. അതിൻ്റെ രണ്ട് സൈഡിലുമുള്ളതായിട്ടുള്ള ഭംഗിയെല്ലാം ആസ്വദിച്ചു. പോകുന്ന വഴിക്ക് ഇതാണ് ആ പാലം എന്ന് പറയുന്ന അക്വിഡേറ്റർ. പോകുന്ന വഴിക്ക് അവിടെ കൈതച്ചക്ക ഇഷ്ടം പോലെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് വാങ്ങിച്ചു. ഇതാ പള്ളിക്കകത്ത് നിൽക്കുന്നതും പള്ളിയുടെ വെളിയിലുള്ളതുമായിട്ടുള്ള ഓരോ ശില്പങ്ങളൊക്കെയാണ്. പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ സാധുവായ മനുഷ്യൻ ഏൽക്കുന്നതിൻ്റെ എല്ലാം ചിത്രീകരിച്ചിരിക്കുകയാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാകും. ഇതാണ് നാടുവാഴികളൊക്കെ ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ പ്രായമായ ആൾക്കാരെല്ലാവരും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഇഷ്ടം പോലെ. അതുപോലെ തന്നെ അത് എൻജോയ് ചെയ്തു. അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തു. പള്ളിക്കകത്ത് കയറിയിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഈ അക്വിഡേറ്ററെല്ലാം കണ്ടേച്ച് വന്നിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരുന്നത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു. ആ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടുള്ള അവരുടെ ലോബി വെച്ചായിരുന്നു ഉച്ചഭക്ഷണം ക്രമീകരിച്ചിരുന്നത്. ചിക്കൻ ബിരിയാണിയാണ് അവിടെ ക്രമീകരിച്ചിരുന്നത്. തമിഴ്നാടാണെങ്കിലും തമിഴ്നാടിൻ്റെ സാമ്പാറും ചോറുമൊന്നല്ല കഴിച്ചത്, ചിക്കൻ ബിരിയാണി തന്നെയാണ് നൽകിയത്. അത് എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് അടുത്ത യാത്ര പോകുന്നത്. അത് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ പഴയ കാലത്തെ രാജാവിൻ്റെ കൊട്ടാരമാണ് കാണാനായിട്ട് പോകുന്നത്. ഇവിടെ പലതരത്തിലുള്ളതായ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് അന്നത്തെ ആ സാധു മനുഷ്യൻ്റെ ജീവിതവും കഷ്ടപ്പാടും നമുക്ക് ഇതിനകത്ത് നിന്ന് വ്യക്തമാക്കാവുന്നതാണ്. പലയിടത്തും അടികൊണ്ട് മുറിവേൽക്കുന്നതായിട്ടുള്ള പടവും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് ആ സാധു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പോഴും വിശ്വാസികൾ ആ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട്. അസുഖം ഒക്കെ വരുന്ന സമയത്ത് അത് കുടിക്കുന്നതിനും സൗഖ്യം പ്രാപിക്കുന്നതിനും ഒക്കെയായിട്ട് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. പിന്നെ അവിടെ നിന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും വണ്ടിയിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ്. കുറച്ച് സമയം എല്ലാവർക്കും വെളിയിൽ ഇറങ്ങിയിരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്ന അന്നത്തെ കാലാവസ്ഥയായിരുന്നു. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെയിലില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു ക്ഷീണവും തോന്നിയില്ല. ഉച്ചയ്ക്ക് എല്ലാവരും ബിരിയാണി കഴിക്കുന്ന പടമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി എല്ലാവരും ബിരിയാണി കഴിച്ചു. അച്ഛൻ ഉൾപ്പെടെയാണ് അത് ബിരിയാണി വിളമ്പാനായിട്ട് നിന്നിരുന്നത്. അപ്പം നേരത്തെ അത് ക്രമീകരിച്ചിരുന്നതിനാൽ അങ്ങനെ ഉച്ചഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി വന്നില്ല. പിന്നെ നമ്മൾ പോകുന്നത് ഇവിടെ പത്മനാഭപുരം കൊട്ടാരം കാണാനാണ് പോകുന്നത്. കൊട്ടാരത്തിൽ കയറി രാജാവിൻ്റെ ഇരിപ്പിടവും കട്ടിലും അതുപോലെ തന്നെ അന്തഃപുരത്തിലെ സ്ത്രീകൾ വസിക്കുന്നതായിട്ടുള്ള സ്ഥലവും അതിൻ്റെ ചുറ്റുപാടും ഏകദേശം 10-30 ഏക്കറോളം സ്ഥലം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. പുരാതനമായിട്ടുള്ള ആ ഒരു സംസ്കാരം വിളിച്ചോതുന്നത് അവിടെ നിന്ന് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആ മ്യൂസിയമൊക്കെ കയറി കണ്ടു. പഴയ വസ്തുക്കൾ, പുരാതന വസ്തുക്കളെല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ചെരുപ്പ് വെളിയിലിട്ടിട്ട് വേണമായിരുന്നു ഇതിനകത്തേക്ക് കയറാനായിട്ട്. കല്ലുകൊണ്ട് നിർമ്മിതമായിട്ടുള്ള പടവുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചവിട്ടി കയറി. പ്രായമായവർ പ്രായത്തെ അവഗണിച്ചുകൊണ്ടാണ് ഇതിനകത്ത് എല്ലാം നടന്ന് കണ്ടത്. രാജാവിൻ്റെ കട്ടിൽ, അതുപോലെ തന്നെ രാജ്ഞിമാരുടെ കട്ടിൽ, അവരുടെ റൂം, പിന്നെ ഭിത്തിയിലെല്ലാം അന്നത്തെ ആൾക്കാരുടെ എല്ലാം ഫോട്ടോ എല്ലാം പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കട്ടിലെല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് കസേരയാണ്. അതുപോലെ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് രാജാവ് വന്ന് നിൽക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ തന്നെയല്ല, ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്നതിനായിട്ടുള്ള സ്ഥലം, അത് പ്രത്യേകമായിട്ടുള്ള മുറികൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ടോയ്ലറ്റ്, അവരുടെ കിച്ചൺ, അതുപോലെ രാജാക്കന്മാരും പിന്നെ അന്തഃപുരത്തിലെ സ്ത്രീകളും ഒക്കെ ഉപയോഗിച്ച കിച്ചണല്ല അതുപോലുണ്ട്. 2-3
നാലും ആട്ടുകല്ലൊക്കെയാണ് അവിടെ ഞാൻ കാണാൻ സാധിച്ചത്. ഇത് അവിടുത്തെ രാജ്ഞിയുടെ ഒരു കട്ടിലാണ് കണ്ടത്. രാജ്ഞി എന്ന് പറഞ്ഞാൽ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നല്ലോ. രാജാവിൻ്റെ പെങ്ങന്മാരായിരുന്നു, അനിയത്തിമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം അവർ വേറെയാണല്ലോ താമസിക്കുന്നത്. എല്ലാവർക്കും ചരിത്രം അറിയാവുന്നതാണല്ലോ. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കുറേ ഫോട്ടോസൊക്കെയാണ് ഇത് എടുത്തിരുന്നത്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കന്യാകുമാരിക്ക് യാത്രയായി. വിവേകാനന്ദ പാറയിലേക്കാണ് പോയത്. വിവേകാനന്ദ പാറ കാണാൻ പോയി. സന്ധ്യ ആയിരുന്നത് നിമിത്തം വിവേകാനന്ദ പാറയിൽ ബോട്ട് യാത്ര അനുവദിച്ചിരുന്നില്ല. തന്നെയല്ല, അന്ന് കാർമേഘം ഉണ്ടായിരുന്നതുകൊണ്ട് സൂര്യാസ്തമയം കാണാൻ പറ്റിയില്ല. എന്നാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. തിരമാലകൾ ആർത്തലച്ച് ഉലർച്ച് വരികയാണ്. അവിടെ എല്ലാം നിന്ന് ആൾക്കാർ ഇഷ്ടം പോലെ ഫോട്ടോസ് എടുത്തു. അവിടെ നിന്ന് കണ്ട് കുറേ നേരം ആ തിരമാലകളെ ആസ്വദിച്ച് കണ്ടു. ഇതാണ് വിവേകാനന്ദ പാറ എന്ന് പറയുന്നത്. നമുക്ക് അകത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. എന്നാലും ആ തിരമാലകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് എല്ലാവരും ആ വഴി, ആ സ്റ്റെപ്പിലെല്ലാം അവിടെ ഇരുന്നു. കച്ചവടക്കാർ, പലതരത്തിലുള്ള കച്ചവടക്കാർ അതുവഴി പോകുന്നുണ്ട്. കുറച്ച് പേര് മാലയും ശംഖും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നാലും ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് എല്ലാവരും അവിടെ ഇരുന്ന്. തിരമാലകൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ തോന്നത്തില്ല. അതുപോലെ അത്രയ്ക്ക് ഭംഗിയുള്ളതായ തിരമാലകളുണ്ടായിരുന്നു. അതെല്ലാവരും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്, ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ആരും വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. എന്നാൽ ആ കല്ലേലൊക്കെ കയറി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്തു. മിക്കവരും നല്ല തിരമാലയായിരുന്നുകൊണ്ട് നനഞ്ഞു ഒത്തിരി. എന്നാലും ഭംഗിയായിരുന്നു. അവിടെ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങളെല്ലാം കെട്ടിയിട്ടിട്ടുള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് അത് സൂര്യാസ്തമയം ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. സൂര്യാസ്തമയം കണ്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം അന്ന് വെയിലില്ലായിരുന്നത് കൊണ്ട് തന്നെ. അച്ഛനും കൊച്ചമ്മയും മക്കളും എല്ലാവരും, പ്രായഭേദമന്യേ എല്ലാവരും അവിടെ ഇരുന്ന് ഈ തിരമാലകൾ ആസ്വദിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. പോരാനേ തോന്നിയില്ല. വിവേകാനന്ദ പാറ അകലെയായിട്ട് കാണുന്നു. സൂം ചെയ്ത് കാണാവുന്നതാണ് നമുക്ക്. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് ചിലവഴിച്ചു. ഇത്തിരി സമയം സംസാരിച്ചിരുന്നു. സമയം പോകുന്നത് അറിയത്തേ ഇല്ലായിരുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. കടൽ കണ്ടാൽ എത്ര ആയാലും നമുക്ക് മതിയാകുകയല്ലോ. അപ്പോൾ പോയതല്ലേ, കുറച്ച് സമയം ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. എല്ലാവർക്കും അതൊരു സന്തോഷമായിരുന്നു. ഇടയ്ക്ക് ചായയൊക്കെ പോയി കുടിച്ചു. ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യേണ്ടിയവരൊക്കെ അതൊക്കെ ചെയ്തു. പേളും മാലയും ശംഖും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഏതായാലും വളരെ സന്തോഷകരമായിരുന്നു. ആരും വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല അങ്ങനെ. എന്നാലും നനയേണ്ടിയവരൊക്കെ കുറച്ച് നനഞ്ഞു. കാരണം തിരമാലയടിച്ച് കുറച്ച് നനഞ്ഞു. വേറെ നമ്മുടെ കൂടെ ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാഴ്ച കാണാനായിട്ട്. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഹരമാണല്ലോ. കന്യാകുമാരി പോയി സൂര്യാസ്തമയം കാണുക എന്നുള്ളതൊരു, പിന്നെ ആ കടലിൻ്റെ ഭംഗി ഒക്കെ ആസ്വദിക്കുക. വളരെ തെളിഞ്ഞ നല്ല ഒരു കടലായിരുന്നു. കാരണം അവിടെ അധികം ചെളിയും അങ്ങനെയുള്ള വൃത്തികേടുകളൊന്നുമില്ല. എല്ലാം നല്ലതായിരുന്നു. ഇതെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയവരാണ്. ജെയിംസൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്, സെൽഫി എടുക്കുകയാണ്. 4 വശത്തു നിന്നുള്ള കാഴ്ച നയനാനന്ദകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. തിരമാലകൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവുകയില്ല. തിരിച്ചു വന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കയറി വൈകിട്ടത്തെ ഡിന്നറും കഴിച്ചിട്ടാണ് പോരുന്നത്. എല്ലാവരും സന്തോഷകരമായിട്ട് തന്നെ, ആർക്കും ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല. ഡിന്നർ കഴിച്ചതിന് ശേഷം എല്ലാവരും ബസ്സിൽ കയറിയിരുന്ന് നല്ല ഉറക്കം ആരംഭിച്ചു. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വിഷ്വൽസ് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. പള്ളിയുടെ അകത്ത് നിൽക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റേതും, അതുപോലെ തന്നെ പിന്നെ ബാക്കി കാഴ്ചകളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കാവുന്നതാണ്. സീനിയർ സിറ്റിസൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. എല്ലാവരെയും ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനൊരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്തത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാണേണ്ടവർ, ബാക്കിയുള്ളവർ, പോകാൻ പറ്റാഞ്ഞവർക്ക് ഒക്കെ കാണാവുന്നതാണ്. ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണാം. സബ്സ്ക്രൈബ് ചെയ്തു. വേറെ വീഡിയോസ് നമുക്കിടാം. നെക്സ്റ്റ് ടൈം നല്ല വേറെ പുതിയ സ്ഥലവുമായിട്ട് നമ്മൾ കാണാൻ പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവിടുന്ന് മടങ്ങിയത്.
എല്ലാവരും വളരെ ഹാപ്പിയായിരുന്നു. പോയ വഴിയെല്ലാം ഒത്തിരി സന്തോഷമായിരുന്നു. ദൈവം കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ വളരെ ക്ഷേമകരമായ ഒരു യാത്രയായിരുന്നു. നല്ലതായിരുന്നു. അച്ഛൻ്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടി നമ്മുടെ യാത്ര പര്യവസാനിച്ചു. എന്നാലും അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വിഷ്വൽസാണ് ഞാൻ ഇടുന്നത്. ഇനിയും പുതിയ സ്ഥലങ്ങൾ, പുതിയ ആൾക്കാർ, അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പുമായിട്ട് അടുത്ത യാത്ര പോകാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോരുന്നത്. ഇത് മറ്റ് പോകാത്തവർക്ക് ഒരു ഇൻസ്പിറേഷനായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് ആക്ച്വലി വ്ളോഗ് ചെയ്യാനായിട്ടൊന്നും ഇരുന്നതല്ല. എല്ലാവർക്കും ഇത് ഒന്ന് കാണണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിത് വ്ളോഗായിട്ട് അവതരിപ്പിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും കാണിക്കുന്നതിന് മാത്രമായിട്ട് ഇട്ട്, അല്ലെങ്കിൽ ഞാനിപ്പം വ്ളോഗ് ഇടുകയല്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി കാണുക, പോകാൻ സാധിക്കാത്തവരെ കൂടി കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ പിറകിലുള്ളത്. അങ്ങനെ എല്ലാവരും യാത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. ആർക്കും ഒരു കുഴപ്പവും വന്നില്ല. 1:30 ആയപ്പോൾ ഞങ്ങൾ തിരികെ വെൺമണിയിലെത്തി. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി എല്ലാവരും അവരവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. ദൈവം ഇത്രത്തോളം സഹായം ചെയ്തു, തുണച്ചു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നു, കാവലും കോട്ടയുമായിട്ടിരുന്നു. അടുത്ത ഒരു ബ്ലോഗിൽ കാണുന്നുണ്ടെങ്കിൽ